എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൃശൂരിലെ ജനങ്ങൾ അവരുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. ടി.എൻ. പ്രതാപൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ യു.ഡി.എഫിൽ ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല. എന്നാൽ കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപനു വേണ്ടി വീണ്ടും ചുവരെഴുത്ത് തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ എളവള്ളിയിലാണ് പ്രതാപനു വേണ്ടി തെരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് കണ്ടെത്തിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ടി.എൻ. പ്രതാപൻ എം.പിയുടെ പേരിൽ യു.ഡി.എഫ് പ്രവർത്തകർ നേരത്തെ തന്നെ ചുവരെഴുത്ത് തുടങ്ങിയ വിവരം പുറത്തുവന്നിരുന്നു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ചുവരെഴുത്ത്. എന്നാൽ ചുവരെഴുത്ത് വ്യാപകമായതോടെ ടി.എൻ. പ്രതാപൻ ഇടപെട്ട് ഇത് മായ്ച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ചുവരെഴുത്തുമായി അണികൾ ആവേശത്തിലായത്. അതേസമയം തൃശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലെ ചുമരിൽ തങ്കലിപികളാൽ എഴുതിയതാണ് തൻ്റെ പേരെന്ന് ടി.എൻ. പ്രതാപൻ എം.പി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്കാരുടെയും യു.ഡി.എഫിൻ്റെയും ഹൃദയത്തിൽ മാത്രമല്ല, എത്രയോ എൽ.ഡി.എഫ് അനുഭാവികളുടെ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ തൻ്റെ പേരുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വീണ്ടും ജനവിധി തേടിയാൽ വിജയിക്കുമെന്ന് പറഞ്ഞ പ്രതാപൻ, കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൃശൂരിലെ ജനങ്ങൾ അവരുടെ കൈവെള്ളയിൽ തന്നെ കൊണ്ടു നടക്കുമെന്നും കൂട്ടിച്ചേർത്തു. വിലക്ക് ലംഘിച്ച് ചുവരെഴുത്ത് നടത്തിയതിലും ടി.എൻ. പ്രതാപൻ പ്രതികരിച്ചു. അതെഴുതിയവരോട് മായ്ക്കാൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മോദിയുടെ വരവ് വോട്ടായി മാറില്ലെന്നാണ് ടി.എൻ. പ്രതാപന്റെ പ്രതികരണം. പ്രധാനമന്ത്രിക്ക് തൃശൂരിലേക്ക് ഇനിയും വരാമെന്നും അതിനെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നതായിട്ടുമാണ് പ്രതാപൻ പറഞ്ഞത്. പ്രധാനമന്ത്രി ഇങ്ങനെ വന്നുപോയാൽ മാത്രം പോരാ, തൃശൂരിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക കൂടി വേണമെന്നും പ്രതാപൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിവർഗ വൈവിധ്യത്തിനും അതീതമായിട്ടാണ് താൻ നിൽക്കുന്നതെന്നും തൃശൂരിലെ ജനങ്ങൾക്ക് തന്നെ വ്യക്തമായി അറിയാമെന്നും ടി.എൻ. പ്രതാപൻ പറയുന്നു. തൃശൂരിൽ മുഖ്യ എതിരാളി ബി.ജെ.പി. ആണെന്ന നിലപാട് ടി.എൻ. പ്രതാപൻ മയപ്പെടുത്തി. തൃശൂരിൽ ഇടതുപക്ഷത്തിന് അവരുടേതായ അടിത്തറയുണ്ട്. യു.ഡി.എഫിനും എൽ.ഡി.എഫിനും അടിത്തറയുള്ള മണ്ഡലമാണ് തൃശൂരെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. തൃശൂരിൽ ബി.ജെ.പിയുമായാണ് മത്സരമെന്ന് ടി.എൻ. പ്രതാപൻ മുമ്പ് പറഞ്ഞിരുന്നു. വർഗീയത കൊണ്ടും മതം കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.